അനുജന് പാമ്പിനെ കാണുന്നു, ഭാര്യക്ക് രാത്രി 3 മണിക്ക് ചെന്നായന്റെ ഓരിടൽ കേൾക്കണ്. ഒക്കെ തോന്നലാറിനോട് ചികിത്സയാകോ? ഇപ്പോഴും മാറിയില്ലല്ലോ. തോന്നലാറിനോട് ചികിത്സയാകോ? പിന്നെ രാത്രി മുല്ലന്റെ മണം സ്മെല്ല് എങ്ങനെ തോന്നലായാലും എനിക്ക് തിരിഞ്ഞിട്ടില്ല. രാത്രി മുല്ലന്റെ മണം തോന്നലുണ്ടാവും. ഒച്ച പിന്നെ കേക്കല് തോന്നലാണക്ക. എന്നിട്ട് ഉമറല്ലാന്ന് പറഞ്ഞാണ് ഇങ്ങനെ രൂപം മാറാനൊന്നും മറ്റു പറ്റൂല എന്ന് പറഞ്ഞാണ്. എന്തു പറ്റൂല? രൂപം മാറാൻ പറ്റുന്ന ആദ്യമുള്ള രൂപം ഏതാ? ജിന്നിന്റെ രൂപം ഞങ്ങളൊരു ഫോട്ടോ കാണിച്ചു തരും. ഈ രൂപത്തിൽ നിന്ന് മാറാൻ പറ്റൂല. ഏതാ ഇത് യഥാർത്ഥ രൂപം? രൂപം മാറാൻ പറ്റൂല. രൂപം മാറാൻ പറ്റൂല. ഇങ്ങനെ അസല് രൂപം വേണ്ടേ? അത് പറഞ്ഞു നിങ്ങളെ തന്നെ ഫോട്ടോ ഉണ്ടോ? രൂപം മാറാൻ പറ്റില്ല. രൂപം മാറാം. എന്നാ യഥാർത്ഥ രൂപം പറഞ്ഞു തരീ. കൻബിലാക്കലോട് ചോദിക്കാൻ എന്റെ രൂപം എന്താണ് ഒന്ന് പറഞ്ഞു തരാൻ പറയും. അപ്പൊ എന്തെങ്കിലും ഒരു ലെവലും ഇല്ല. അങ്ങോട്ട് തട്ടിവിടന്നെ. കാരണം യാക്കോമല്ലേ മുമ്പില് ചേകനൂര് പറഞ്ഞ മാതിരി അയ്യുഹന്നാസ് അങ്ങനെ മുണങ്ങിക്കോളുമല്ലോ. അതിന് പറ്റിയ സുല്ലമിമാരും മദനിമാരും ചിലപ്പോ കൂടെ വലിയ വിവരമുണ്ട് ആ വെപ്പ്. നിങ്ങൾക്ക് പേടിണ്ടാവും. നിങ്ങൾ മ്യൂസിക്കിന്റെ ആളാ, നിങ്ങൾക്ക് പേടിണ്ടാവും. മ്യൂസിക്കും കേട്ടല്ലോ ഉറങ്ങല്. നിങ്ങൾക്ക് ജിന്ന നല്ല പേടിണ്ടാവും. ഞങ്ങൾക്ക് പേടിണ്ടാവില്ല. ഞങ്ങളെ വീട്ടിൽ മ്യൂസിക് ഇല്ല. ഈ സലഫി പ്രസ്ഥാനവുമായി കൂടുതൽ ബന്ധപ്പെട്ടാൽ മ്യൂസിക് ഒഴിവാക്കും. ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടുണ്ടാവും. ഞങ്ങളെ വീട്ടിൽ നിന്ന് കഴിയുന്നത്ര ഞങ്ങൾ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ ഞങ്ങൾ കണ്ട അപ്പൊ പറയും, എടാ ഈ ഫോട്ടോ എടുത്ത് ഒഴിവാക്കണം. ഫോട്ടോ പറ്റൂല. പേപ്പറിലും മറ്റൊക്കെ ഫോട്ടോ ആവശ്യം കഴിഞ്ഞാൽ മൂലക്കൽ കിടുക. പ്രതിമകള് ഷോക്കേസിൽ ഞങ്ങൾ വെക്കൂല. ജീവനുള്ളവരുടെ പ്രതിമ ഷോക്കേസിൽ വെക്കാം. കുട്ടികൾ കളിച്ചാണെങ്കിൽ കളിച്ചോട്ടെ, അത് കഴിഞ്ഞ് ഒഴിവാക്കും. കാരണം റഹ്മത്തിന്റെ മലക്കുകൾ വരാൻ തടസ്സമുള്ളതൊക്കെ ഒഴിവാക്കും. ശൈത്താൻ ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. മലക്കുകൾക്ക് കടന്നു വരാൻ സാധ്യതയുണ്ടാക്കും. ഇയാളെ കണക്കില് ആകെ ലോകത്ത് ശൈത്താൻ മാത്രമേ ഉള്ളൂ. ശൈത്താൻ അങ്ങനെയൊക്കെ പാടെ കൈകൊടുത്ത എന്താ നമ്മൾ ചെയ്യാന്ന ഇയാളെ ബേജാറ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഇനി ഇയാള് പറയണേ 2ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് കേട്ടോളി. ഒരൊറ്റ ആയത്ത് മതിയായിട്ട് പിന്നെ 2ആയി. അതും കൂടി കേൾക്കുക. അഹ്റാഫിൽ പിന്നെ ഖുർആൻ പറഞ്ഞു, ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞ സൂറത്ത് അഹ്റാഫിലെ 201ാമത്തെ ആയത്ത് പഠിക്കണം എന്നാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിന ശൈത്താനി തദക്കറു ഫൈദാ ഹും മുബ്സിറൂൻ. പിശാചിന്റെ എന്ത് പ്രശ്നം ബാധയാവട്ടെ അള്ളാഹുവിന്റെ ചിന്ത ഉണ്ടായ മാറുന്ന ഏത് ചിന്ത. അഹ്റാഫിലെ 201ാമത്തെ ആയത്തിൽ നിങ്ങൾ തഫ്സീർ ഇബ്നു കസീർ മറിച്ചു പോകാം. ഇബ്നു കസീറിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ അൽ-ബഖറയിൽ പറഞ്ഞ ആ പലിശനെ കുറിച്ച് പറഞ്ഞ ആ സംഭവം, ഇങ്ങനെ എല്ലാ സംഭവവും ഈ ആയത്തിൽ വരുന്നു. അപ്പൊ പിശാചിന് എന്ത് ബാധ ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ ചിന്ത ഉണ്ടായാൽ മതി, പിന്മാറി. പിന്നെ ഞാൻ സൂറത്തിന് ആസ്വദിച്ച് വിശദീകരിച്ചു. അവന്റെ കഴിവെന്താ? ഹന്നാസാണ്. അവിടെ ഞാൻ തഫ്സീർ മനാന്തെന്ന് വായിച്ചു. പിശാചുള്ള ആളുകൾ രോഗം ഉണ്ടാക്കാൻ മറ്റുള്ള കഴിവില്ല എന്നുള്ള രേഖ പറഞ്ഞു. പിന്നെ മാനസിക പ്രശ്നം ഒറ്റ കേസുകളൊക്കെ അതിന്റെ കാരണം കണ്ടുപിടിച്ചാൽ മനസ്സിലാവും ചെയ്യും. കണ്ടോ? എന്നാ ഇത് ഭാര്യനോട് പറഞ്ഞാൽ പോരെ, വയന്നു കൊടുക്കണോ? ശൈത്താനെ കുറിച്ചുള്ള എന്ത് പേടിണ്ടായാലും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ അപ്പം മാറും. എന്നാ അത് ഭാര്യനോടും കുട്ടിനോടും പറഞ്ഞു കൊടുത്താ പോരെ. എന്നിട്ട് ഭാര്യനോട് പോണ്ടേ? അപ്പൊ മൂപ്പർക്ക് എന്നെ പേടി, ചെറിയൊരു ചിന്ത ബാധ ഉണ്ടോന്ന്. കണ്ടോ? സ്വന്തം ഭാര്യക്കും കുട്ടിക്കും അത് പഠിപ്പിച്ചെടുത്തൂടെ? ഈ ആയത്ത് അപ്പൊ എന്ത് ഞമ്മക്ക് എതിരുള്ള വലിയ ആയത്ത് ശൈത്താനെ പേടിക്കണ്ടെന്നുള്ള ഈ ആയത്ത്. ഇതിൽ തഖ്വയുള്ളവനും കൂടി ശൈത്താൻ ബാധിക്കുന്നതാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിന ശൈത്താനി തദക്കറു. അമാനി മൗലവി വിശദീകരിക്കാണ്. നിശ്ചയമായും സൂക്ഷ്മത പാലിക്കുന്നവർ അവരെ പിശാചിൽ നിന്നുണ്ടാകുന്ന വല്ല തോന്നലും ബാധിച്ചാൽ തദക്കറു, അപ്പോൾ അവർക്ക് ഓർമ്മ വരുന്നതാണ്. ഫൈദാഹും മുബ്സിറൂൻ, അപ്പോൾ അവർ കാഴ്ചയുള്ളവരായിരിക്കും. അതിന്റെ വ്യാഖ്യാനം കേട്ടോളി. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുഷ്ഠിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർ വല്ലപ്പോഴും പിശാചിന്റെ ദുഷ്പ്രേരണകൾക്ക് വിധേയമായി തീരുന്ന പക്ഷം ഉടനെ തന്നെ തങ്ങളുടെ മേൽ വന്നു പോകുന്ന അബദ്ധത്തെപ്പറ്റി അവർക്ക് ബോധം വരുന്നതായിരിക്കും. അങ്ങനെ അതിൽ നിന്ന് പിൻവാങ്ങുകയും മേലിൽ അത്തരം വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കാനുള്ള മുൻകരുതലുകളും ദീർഘദൃഷ്ടിയും അവർക്കുണ്ടായിത്തീരുകയും ചെയ്യും. അപ്പൊ തഖ്വയുള്ളവർക്കും പിശാചിന്റെ ബാധയും പിശാചിന്റെ ദുർബോധനവും ഒക്കെ ഉണ്ടാവും ഇടക്ക്. അപ്പൊ എന്ത് വേണം? ഓർമ്മ വരും അവർക്ക് പെട്ടെന്ന്. ഇവിടെ പേര് പറഞ്ഞാ തഖ്വയുള്ളവർക്ക് ഒരു സ്വാധീനം ഉണ്ടാവില്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഖുർആൻ അങ്ങനെ പറഞ്ഞില്ല. ഖുർആന്റെ പേര് ഇവരെ ആരോപിക്കുക. ഇവർക്ക് സുൽത്താൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയില്ല. കണ്ടോ? ശംസുദ്ദീൻ ബാലത്ത് പറയുന്നു, തഖ്വയുള്ളവർക്കും ഈമാനുള്ളവർക്കും തവക്കുലുള്ളവർക്കും ഒരു സ്വാധീനം ഉണ്ടാവില്ല ശൈത്താൻ. ഏതായത് ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു. കണ്ടോ? ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എന്താ സുൽത്താൻ എന്ന് പറഞ്ഞാൽ? സ്വാധീനം എന്ന അർത്ഥം. അവര് ഒരു അർത്ഥം മാറ്റി അവിടെ. സുൽത്താൻ എന്ന് പറഞ്ഞ ആധിപത്യം,
അധികാരം. ശൈത്താന് നമ്മളെ പേരിൽ ഒരു അധികാരമോ ആധിപത്യമോ അല്ല എന്നുള്ള നിർബന്ധിച്ച് നമ്മളെ ശിർക്കിലോ കുഫറിലോ ഹറാമിലോ കൊണ്ടുപോയി പെടുത്താനോ നിർബന്ധിച്ചതിലേക്ക് കയറ്റാനോ ഓന് കഴിയില്ല. ഓനെന്തേ കഴിയുള്ളൂ? ഇല്ല അന്താഉതുകും ഫസ്തജബ്തും ലി. നാളെ പരലോകത്ത് വെച്ചോ പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ക്ഷണിച്ചു, നിങ്ങൾ എന്റെ ക്ഷണം സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ മേലെ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. അപ്പൊ അധികാരം ആധിപത്യം എന്ന അർത്ഥമുള്ള സുൽത്താനെ സ്വാധീനം എന്നാക്കി അട്ടിമറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, പിന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അവരെ മേൽ പിശാച് ഒരു സ്വാധീനമല്ല എന്ന് ഇവരെന്നെ പറയും. എന്നിട്ട് അയ്യൂബ് നബിക്ക് രോഗം ഉണ്ടായിരുന്നു ഇവരെന്നെ പറയും. അപ്പൊ അയ്യൂബ് നബിക്ക് തഖ്വല്ലേ, അയ്യൂബ് നബിക്ക് തവക്കുലില്ലേ? കണ്ടോ അട്ടിമറി കണ്ടകള്. സ്വാധീനം എന്ന വാക്ക് അവിടെ അല്ല, അത് സുൽത്താനിന്റെ അർത്ഥങ്ങൾ അട്ടിമറിച്ചതാണ്. ഒരു നുണയൻ പറഞ്ഞാ പിന്നെ മറ്റു നുണയന്മാരൊക്കെ ആ മൈക്കാണല്ലോ. ഇയാൾ പറഞ്ഞിങ്ങനെ ഏറ്റുപറയാ. പരിശോധിക്കണ സ്വഭാവമല്ല, ശരിയായ തഖ്ലീദ. ഈ ആയത്താണ് ഇപ്പൊ ഞമ്മക്ക് ഒറ്റ ആയത്ത്, ഇത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ ആയത്ത് കേട്ടോളി. അതിന്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി പറയുന്നു, ചില പരമാർത്ഥങ്ങൾ ഇവിടെ ഓർമ്മിക്കുന്നത് നന്ന്. അയറാഫ് 201, 202. ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ഭയഭക്തിയും എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് അവൻ പിശാചിന്റെ ചതിയെക്കുറിച്ച് ഭയപ്പെടുന്നവനും പിശാചിൽ നിന്നുള്ള രക്ഷയ്ക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനുമായിരിക്കും. തഖ്വ കൂടുന്നതനുസരിച്ച് ശൈത്താനെ കുറിച്ച് ജാഗ്രത കൂടുന്ന, ജിന്ന് പേടില്ല, ജിന്ന് ബാധിക്കാത്ത മുജാഹിദുകളാവുക. നോട്ടീസ്, കീബറിന്റെ ഊക്കല്ലേ കേട്ടോളി. ഒരാൾക്ക് പിശാചിന്റെ കെണിയിൽ അകപ്പെടുന്നതിനെ കുറിച്ച് ഭയമില്ലെങ്കിൽ അതിനുള്ള കാരണം അവന്റെ വിശ്വാസദാർഢ്യമോ മറ്റേതെങ്കിലും ഉത്കൃഷ്ട ഗുണമോ അല്ല. ഒന്നുകിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും വചനങ്ങളിൽ വേണ്ടത്ര വിശ്വാസമില്ലായ്മ, അഥവാ അദൃശ്യ സൃഷ്ടികളായ ജിന്നുവർഗത്തെയും അവരിൽപ്പെട്ട പിശാചുക്കളെയും നിഷേധിക്കുന്നവരായിരിക്കുക. അതാണ് ഇവരുടെ സ്വഭാവം. അതല്ലെങ്കിൽ പിശാചിന്റെ ദുർമന്ത്രങ്ങൾക്ക് ഒരിക്കലും വിധേയനാകാത്തവണ്ണം പ്രവാചകന്മാരെ പോലെയോ അതിലും ഉപരിയായോ ഉന്നത നിലവാരത്തിലുള്ള ആളാണ് താൻ എന്ന ഒരു അഹങ്കാരം. ആജാദി ചോർച്ചയില് രണ്ടിലൊന്നായിരിക്കും അതിനു കാരണം ഏതായാലും ശരി, അത്തരക്കാരുടെ ഹൃദയമാണ് നിഷ്പ്രയാസം പിശാചിന് സ്വൈരവിഹാരം